നമസ്കാരം. ഇവിടെ ഒരു നാടകം അരങ്ങേറുകയാണ്. തെരുവ് നാടകം. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ജലം ജീവിതം. ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. ജീവിതം വസന്തമാക്കും ജലാശയങ്ങൾ നിറകുടങ്ങൾ. ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSC വിഭാഗം നാഷണൽ സർവീസ് സ്കീമും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് അമൃത് 2 പദ്ധതിയും സംയുക്തമായി സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിലെ വിദ്യാലയങ്ങളിൽ ജലവിഭവ സംസ്കരണം, ദ്രവമാലിന്യ സംസ്കരണം എന്നീ പ്രമേയങ്ങൾ ആസ്പദമാക്കി പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നാടകമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. സ്നേഹസന്ദേശമായി, ഉണർത്തുപാട്ടായി, ആഹ്വാനവുമായി അരങ്ങുണർത്തുന്നു. ഹായ് വെള്ളം, ഹായ് വെള്ളം, ഹായ് വെള്ളം, ഹായ് വെള്ളം. ഓരോ തുള്ളിയിൽ നിന്നും ജലഘോഷങ്ങൾ ഉയരട്ടെ. ഓമന കൈക്കുമ്പിളിലെ ഒരിറ്റും പാഴാക്കരുതേ. ധാരധാരയായൊഴുകും വിസ്മയത്തുള്ളികൾ. ധാരാളമായൊഴുക്കി ദുർലഭമാക്കരുതേ. നീരും നിനവും ഉണങ്ങാതിരിക്കുവാൻ പ്രകൃതിയെ വികലമാക്കാതെ കാത്തിടാം. ഓരോ തുള്ളിയിൽ നിന്നും ജലഘോഷങ്ങൾ ഉയരട്ടെ. ഓമന കൈക്കുമ്പിളിലെ ഒരിറ്റും പാഴാക്കരുതേ. ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. വെള്ളം, 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 വെള്ളം. വെള്ളം, 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 വെള്ളം. ഇതെങ്ങനെ കുടിക്കാൻ പറ്റാതായി? ഇതിൽ നിറയെ വെള്ളം കിട്ടാത്തത് എന്താണ്? സമയത്തും അസമയത്തും വെള്ളമൊഴുക്കി കളയാനാണ് എൻ്റെ വിധി. എന്നെ പിടിച്ച് തുറക്കും, പിന്നെ അടയ്ക്കാൻ മറന്നുപോകും. രോഗാണുക്കൾ മുഴുവൻ എന്റെ ഉള്ളിലേക്ക് ഒഴുകി വരുന്നു. അത് മാറ്റിത്തരാൻ നേരമുണ്ടോ ഇവിടെ? വെള്ളം, 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 വെള്ളം.
അയ്യയ്യോ, അങ്ങനെ നമ്മളും വന്നു. ആകാശ വീട്ടിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടാൻ എന്ത് രസമാണ്. ഈ പ്രകൃതി ആകെ നമ്മെ മാടി വിളിക്കുന്നത് കണ്ടോ? കുന്നിൽ നിന്ന് കുഴിയിലേക്ക്, കുഴിയിൽ നിന്ന് കൈത്തോടായി പുഴയായി, നീരായി ജലമായി പിരിയുന്നു പലതായി. വെള്ളത്തിനോളം വെള്ളം മാത്രം, വെള്ളമില്ലാതെ വസിക്കുവാനൊക്കില്ല. കാലത്തുണർന്നാൽ കുളിക്കുവാൻ വെള്ളം, കുടിക്കുവാൻ കൂട്ടുവാൻ വെള്ളം വെള്ളം. ചൂടുള്ള വെള്ളം, തണുപ്പുള്ള വെള്ളം, കുപ്പിയിൽ കയറ്റി അയക്കുന്ന വെള്ളം. ചൂടുള്ള വെള്ളം, തണുപ്പുള്ള വെള്ളം, കുപ്പിയിൽ കയറ്റി അയക്കുന്ന വെള്ളം. കുപ്പിയിൽ കയറ്റി അയക്കുന്ന വെള്ളം, കുപ്പിയിൽ കയറ്റി അയക്കുന്ന വെള്ളം. ഹലോ ഹലോ ഹലോ, മൈക്ക് ചെക്കിംഗ്. ഹലോ ഹലോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ കുടുംബത്തിന്റെ മൂത്ത സഹോദരനായ ഞാൻ അണ്ണൻ തമ്പി ബന്ധത്തിൽ ചിലത് പറയാൻ പോവുകയാണ്. പറയുന്നെങ്കിൽ വേഗം പറയണം. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തവരാണ് നമ്മളെന്ന് അറിയാലോ. അതാണ് ഞാനും പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ. നമ്മൾ പല വഴിയായി പിരിയാൻ വിധിക്കപ്പെട്ടവരാണ്. ബാക്കി ഞാൻ പറയാം. കാലം ഇത് പൊല്ലാക്കാലം, വഴിയരികിൽ അപകടങ്ങൾ പതിയിരിക്കും കാലം. മൈക്ക് ഞാൻ എടുത്തു. ഇപ്പോൾ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ജലസംഭരണിയിലാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കൽ തമ്മിൽ കാണുമോ എന്ന് പോലും. ജീവാമൃതമീ ജീവജലം കളയരുതേ ഒരു തുള്ളിനി. ഞങ്ങളെ നിങ്ങൾ കരുതിയിടൂ നിധിയായി നിങ്ങളുടെ നാളേക്കായി. ഒരു നല്ല വഴിക്ക് പോകാനിരിക്കുമ്പോൾ സെന്റി അടിച്ച് കുളമാക്കരുത്. ബി ജോയ് ആൻഡ് എൻജോയ് ഓൾ. ജോണി, ജാനു, നിങ്ങളോട് ഞാൻ പുഴയിൽ ചാടരുതെന്ന് പറഞ്ഞതല്ലേ? വേഗം കേറിക്കോ. അമ്മ നല്ല അമ്മ. പുഴയിൽ മുങ്ങിക്കുളിച്ചതും കളിച്ചതും പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. ഞാനങ്ങനെ പറഞ്ഞത് നേരാണ്. അത് കേട്ട് എടുത്ത് ചാടിയാൽ? പണ്ടൊക്കെ ചാടിയാൽ ഒന്നും മുട്ടില്ലല്ലോ. ഇന്നൊന്ന് ചാടിയാൽ എന്തു ഭവിക്കുമോ? രോഗം പിടിച്ചിട്ടങ്ങ് ആയുസ് തീർന്നിടും. പലതും പറഞ്ഞങ്ങ് പിന്തിരിപ്പിക്കുവാൻ അമ്മയ്ക്ക് നന്നേ മിടുക്കുണ്ടെന്നോർക്കണം. വരാനിരിക്കുന്നതോ വഴിയിലും തങ്ങില്ല, കരുതി നടക്കുകിൽ ജന്മം സുരക്ഷിതം. അതുകൊണ്ട് മക്കള് വീട്ടിലോട്ട് ചെന്നാട്ടെ. ഇനി ഇവിടെ കുളിച്ചാൽ ജീവിതമേ മുടിഞ്ഞു പോകും. ഈ അമ്മമാരിങ്ങനെയായാൽ കുട്ടികളുടെ കാര്യം കഷ്ടം. കുട്ടികൾ തുള്ളിമറിയുന്നതാണല്ലോ എൻ്റെ സൗന്ദര്യം. പക്ഷികൾ, പശുക്കിടാങ്ങൾ, പനിനീർപ്പൂക്കൾ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതല്ലേ. പക്ഷേ എന്തു പറ്റി? കിക്കി കിക്കി. അയ്യടാ, നന്നായിരിക്കുന്നു. എന്താ ഇത്ര കിണിക്കാൻ? എന്തടേ, ഞങ്ങൾക്ക് ചിരിച്ചൂടെ? നിനക്ക് തീരെഴുതി തന്ന സ്ഥലമൊന്നും അല്ലല്ലോ. നീ എന്തോന്ന് വിചാരിച്ചു? നിനക്ക് മാത്രം തുള്ളിത്തുള്ളി പോകാനുള്ള സ്ഥലമാണെന്നോ? കാലം മാറിപ്പോയടേ. ഇനി ഞങ്ങളും കളിച്ച് മതിച്ച് പതഞ്ഞ് നിറഞ്ഞൊഴുകട്ടെ. ഇതെന്റെ ജന്മാവകാശമാണ്. കുളിരായി, കുടിനീരായി, കുതിക്കും ജലജീവികൾക്ക് കൂട്ടായി. അതിമോഹമാണ് മോനെ. രണ്ട് കരയിലേക്കും സൂക്ഷിച്ചു നോക്ക്. മരങ്ങൾ വല്ലതുണ്ടോ? ഇല്ലല്ലോ. പകരം പരിഷ്കൃത ലോകത്തിന്റെ പരകോടി നിർമ്മാണങ്ങൾ. എല്ലാം മനുഷ്യന്റെ പുരോഗതിയുടെ അടയാളങ്ങളാണ്. കണ്ടോ, കമ്പനികളും കണ്ടുപിടുത്തങ്ങളും കമ്പോളങ്ങളും.
അവിടെ ജനിക്കുന്നവരാണ് ഞങ്ങൾ. ഈ വഴി പൊതുവഴിയാകയാൽ ഞങ്ങളും ഒഴുകുന്നു നിന്നെ പോലെ. മറ്റൊരു വഴി തേടാതെ എന്നോടൊപ്പമോ? നിങ്ങൾ എന്നെയും കറുപ്പിക്കുന്നു, എന്റെ കൂട്ടുകാരെ പേടിപ്പിക്കുന്നു, അവരെ വിഷം കുടിപ്പിക്കുന്നു, എന്റെ വഴി തടയുന്നു, ഇവരെന്റെ ജീവൻ എടുക്കുന്നു. എനിക്ക് തിരിച്ചു പോണം, എനിക്ക് തിരിച്ചു പോണം. അത് പറ്റില്ലല്ലോ മോനെ. നീ മുന്നോട്ട് പോയാലേ ഞങ്ങൾക്ക് വരാൻ പറ്റൂ. പോ മുന്നോട്ട്. വയലേല കതിർ ചൂടുന്നു, തത്തമ്മ പാട്ട് മുഴങ്ങി, മരമായ മരമെല്ലാം പൂമൊട്ടുകൾ വിരിയുന്നു. മൂവന്തി ചന്തം പോലെ മുക്കുറ്റി പൂത്തല്ലോ, തൂവെള്ളച്ചിരി തൂകി തുമ്പപ്പൂ പുളകം പൂണ്ട്, മന്ദാരം കവിളിണയിൽ ചെന്താമര പൂണ്ടല്ലോ. ചിങ്ങക്കാറ്റേ ചെല്ലക്കാറ്റേ, ചിങ്ങക്കാറ്റേ ചെല്ലക്കാറ്റേ. കുണുങ്ങി കുണുങ്ങി നിൽക്കാതെ ഒന്ന് ഓടിവാ. നീ വരാൻ വേണ്ടിയല്ലേ ഞാൻ നീർച്ചാലിൽ ഇറങ്ങാതെ കാത്തു നിന്നത്. ഒന്ന് വേഗം വരുന്നേ. നിന്നെ ചവിട്ടി നിന്നാലേ എനിക്ക് മാനം കാണാൻ പറ്റൂ. ഇതാ വന്നിരിക്കുന്നു. നിനക്ക് കുടിക്കാൻ, നിനക്ക് നീന്താൻ, നിനക്ക് ചവിട്ടാൻ, നിനക്ക് വസിക്കാൻ. നീ തന്നെ വേണം. അലയലയായി വരും തെളിനീരോട്ടങ്ങൾ, അഴുക്കുകളെ ഒഴുക്കി മലിനമാക്കരുതേ. തെളിയും തിരയും മങ്ങാതിരിക്കുവാൻ പരിസ്ഥിതി സൂക്ഷ്മതയോടെ കാത്തിടാം. ഏയ് കീടങ്ങളെ, നിങ്ങൾക്ക് പോകാം. ഹേ, ഞാൻ കീടമല്ല ഹേ, പറവയാണ് ഹേ. ഞാനൊരു വളർത്തു പക്ഷിയാണ്. ഹേ, ഞാൻ തെളിനീരിലെ മീൻ കുഞ്ഞാണ് ഹേ. മണം പരത്തും പുഷ്പകന്യകയാണ് ഹേ. ഞാൻ മണ്ണ് കുതിർക്കും നീർമുത്താണ് ഹേ. അതിന് ഞാനെന്ത് വേണം? ഹേ, പോണം. ഹേ, പറ്റില്ല ഹേ. കളിച്ചും ചിരിച്ചും പരസ്പരം സ്നേഹിച്ചും ഈ മണ്ണിൽ സ്വർഗം പണിയുന്നവരാണ് ഞങ്ങൾ. ഏയ്, മനുഷ്യൻ കാടുവെട്ടി നാടാക്കി ധാന്യം വിളയിക്കുന്നത് ഇവിടെയാണ്. അതിനെ അണുക്കളായി, കീടമായി, തൊരപ്പനായി, കളയായി നശിപ്പിക്കാൻ ഇനി അനുവദിക്കില്ല. കൃമികീടങ്ങളെ നശിപ്പിച്ച് കൃഷി വളർത്താൻ എന്നെ അയച്ചതാണ്. നീ വാ, അതിന് നിന്റെ കൂട്ട് അതെനിക്ക് വേണം. നിന്നോട് തൊഴുകിപ്പരന്ന് എനിക്ക് മനുഷ്യനെ സഹായിക്കണം. പകല് മഴയായിരുന്നെങ്കിൽ സ്കൂളിൽ പോകണ്ടായിരുന്നു. നോക്ക്, എന്റെ പേന ഓടായി പോയി. ഇതാ കിടക്കുന്നു, ഇറങ്ങി എടുക്ക്. ഞാൻ എടുക്കാം. ഈ വൃത്തികെട്ട ഓടയിൽ ഇറങ്ങാനോ? നിനക്ക് പേന വേണ്ടേ? പേനയോടൊപ്പം രോഗവും കയ്യിലെടുക്കണോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. എന്താണ് മൂന്നാളും നോക്കി നിൽക്കുന്നത്? സ്കൂളിൽ പോണ്ടേ? മഴ മാറിയല്ലോ. ഇവളുടെ പേന. അതിനെന്താ? ഇതാ. ഇടി വാങ്ങരുത്, കെട്ടിക്കിടക്കുന്ന അഴുക്കിൽ നിന്നാണ് കിട്ടിയത്. ആഹാ, കുറ്റം എനിക്കായോ? ഈ മാലിന്യങ്ങളെ ഞാൻ ആകാശത്ത് നിന്ന് കൊണ്ടുവന്നതാണോ?
കാഴ്ചക്കാരായി എല്ലാരും കൂടിയിട്ടുണ്ടല്ലോ. പറയൂ, ഈ അഴുക്കുകൾ എവിടെ നിന്ന് വന്നു? നിങ്ങൾ തന്നെ പറയൂ. നമുക്ക് പോവാം. നീലട ഇന്നലെ കോഴി വേസ്റ്റ് ചാക്കി കെട്ടി അവിടെ കൊണ്ടിട്ടത്. പച്ചക്കറി കടയിലെ വേസ്റ്റ് എല്ലാം കൂടെ വാരി ഇന്നലെ നീ ഓടയിലിരുന്നത് ഞാൻ കണ്ടല്ല. ഇങ്ങോട്ട് വാ. നീ മറ്റവന്മാരും കൂടെ ഇന്നലെ രാത്രി വെള്ളം അടിച്ചിട്ട് കുപ്പിയും ഗ്ലാസ് അവിടെ എറിഞ്ഞത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചാ. പോലീസ് ഒന്ന് ചോദിച്ചാലേ ഞാൻ പറഞ്ഞു കൊടുക്കും, നോക്കിയോ. ഇന്നലെ നിങ്ങളും ആ ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്തതല്ലേ? ആഹാരത്തിന്റെ വേസ്റ്റ് വലിച്ചെറിഞ്ഞത് നിങ്ങളല്ലേ? തിന്നുകൂട്ടുന്ന കോഴികളുടെ തൂവലും കാലും കൊടൽമാലയും ചാക്കിൽ കെട്ടി എറിയേണ്ട ഇടമാണോ ഓടകൾ? വെള്ളത്തിനും മരുന്നിനും മദ്യത്തിനും ഉപയോഗിച്ച കുപ്പികൾ കടകളിൽ നിന്നും ഫ്ലാറ്റിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും എറിയപ്പെട്ടത് എവിടേക്കാണ്? ഞാൻ മാത്രം ഒഴുകേണ്ട ഓടകൾ, മഴയിലൂടെ താഴേക്ക് വരുന്ന എനിക്ക് മാത്രം സഞ്ചരിക്കാനുള്ളത്. മാലിന്യങ്ങൾ കൂനകൂട്ടി എന്റെ വഴി തടസ്സപ്പെടുത്തുന്നു. ആ തടസ്സങ്ങൾ എനിക്ക് സമ്മാനിച്ച രോഗാണുക്കളെയും കൊണ്ട് പൊതുനിരത്തിലേക്കും തോട്ടിലേക്കും പുഴയിലേക്കും ഞാൻ ഒഴുകുന്നു. എന്നിട്ട് ഞാൻ രോഗം പരത്തുന്നുവെന്ന്, ഞാനാണ് രോഗം പരത്തുന്നതെന്ന് കുറ്റം മുഴുവൻ പാവം എനിക്കാണല്ലോ. അണുനാശിനി കൊണ്ട് നിന്നെ ശുദ്ധമാക്കാം. അരുത്, അതല്ല വേണ്ടത്. പാഴ്വസ്തുക്കളും മലിനജലവും ഉൽപാദന സ്ഥലത്ത് തന്നെ സംസ്കരിച്ചുകൂടെ? ചിലത് വളമായി ഉപയോഗിക്കാം, ശേഷിക്കുന്നത് ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ച് പൊതുവായി നശിപ്പിക്കാമല്ലോ. പൂക്കുട്ടികളെ, പോയി സ്കൂളിലും വീട്ടിലും പറയൂ, മഴവെള്ളം ഒഴുകേണ്ട ഓടകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് രോഗങ്ങൾ ഇരന്നു വാങ്ങരുതെന്ന്. മഴയൊഴുകും വഴികളിൽ ചവറൊഴുകുവതെങ്ങനെ? മഴ കറുക്കുമ്പോൾ പുഴ കറുത്താൽ ജീവൻ കറുക്കുമെന്നോർക്കണം. അധികാലത്ത് ഇങ്ങനെ തന്നെ കുളിക്കണം. നദിയും കുളവും അന്വേഷിച്ച് നടക്കണ്ട. കിണറ്റിലെ വെള്ളം തീർന്നു പോവില്ല. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ബില്ലും വരില്ല. ഈ പൈപ്പിൻ മൂട് പൊതുജനങ്ങൾക്കുള്ളതാണല്ലോ. എന്റെ കുളി മറ്റുള്ളവർക്കും മാതൃകയാണല്ലോ. ഇത് കണ്ടോ, പൊതുസ്ഥലത്ത് കുളിക്കാൻ നാണവും മാനവും ഇല്ലേ? എത്രമാത്രം പാഴാക്കി കളയുന്നു. സോപ്പ് തേക്കുന്ന സമയത്തും തുണി വിരിക്കുന്ന സമയത്തും ടാപ്പ് അടച്ചുകൂടെ? വെറുതെ വെള്ളം ഒഴുക്കി കളയുന്നു. നല്ല മനുഷ്യന്മാര്. എന്തായി കാണിക്കുന്നത്? ഇതെന്താ, കുളിക്കടവോ? അങ്ങോട്ട് മാറി നിൽക്കി, കന്നുകാലിയെ കുളിപ്പിച്ചോട്ടെ. മനുഷ്യൻ കുളിക്കുന്നത് വിലക്കിയിട്ട് അയാൾ ചെയ്യുന്നതോ കാലികളെ കുളിപ്പിക്കുന്നു. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതല്ലേ എന്നെ? ഹലോ, ആ ഓസ് അങ്ങോട്ട് മാറ്റിക്കേ. അത്യാവശ്യമായിട്ട് ഓട്ടുമ്പോഴുള്ള വണ്ടിയാ, ഞാനൊന്ന് കഴുകിക്കോട്ടെ. ഇതാ ഇപ്പൊ നന്നായത്. സർവീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും അങ്ങോട്ട് പോയില്ലെന്നേ. പബ്ലിക്കിന്റെ ആവശ്യത്തിനുള്ള വെള്ളം എങ്ങനെ പാഴാക്കാമെന്ന് കണ്ടു പഠിക്കണം. ശാലായി പോയി. വീട്ടാവശ്യത്തിന് വെള്ളമെടുക്കുന്ന സ്ഥലത്ത് തുണി അലക്കും, കാലിയെ കുളിപ്പിക്കലും, വണ്ടി കഴുകലും, കഞ്ഞി വയ്ക്കാത്തിരി വെള്ളം എടുക്കട്ട്. അങ്ങോട്ട് മാറേ. തുണി അലക്കി തീർന്നില്ല, വണ്ടി കഴുകി തുടങ്ങിയതേ ഉള്ളൂ. കാലിയെ കുളിപ്പിച്ചില്ല. കണക്കായി, വെള്ളം തീർന്നു. ഇന്ന് അടുക്കള കാലി, പട്ടിണിയാവും. കഞ്ഞി വയ്ക്കുന്നതിലും വലുതാണോ ഇതൊക്കെ? ജലവിതരണ ശൃംഖല എന്നാൽ പൊതുജനത്തിന് അവശ്യ വസ്തുവായും വീട്ടാവശ്യത്തിനും ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള അറിവാണ്. തിരിച്ചറിവ്, അത് പാലിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ജീവന്റെ ആധാരമായോരെന്നെ വിഷമയമാക്കിയ ക്രൂരതയെ നീയാണുമർത്യൻ, നീ നീചമർത്യൻ. അമൃതമാമെന്നെ നീ മൃതമാക്കി മാറ്റിയോ. അരുതരുത് അരുതരുത് മാനിഷാദ. ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ മുകളിൽ നിന്നും എല്ലാ ഫ്ലാറ്റിലേക്കും കുഴലിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. നോക്കൂ, എന്നെ എങ്ങനെ പാഴാക്കാമെന്നുള്ള മത്സരമാണിവിടെ. കുളിമുറിയിലെ പൈപ്പ് തുറന്നാൽ അടയ്ക്കില്ല,
അടുക്കളയിലെ സിങ്കിൽ പാത്രം കഴുകിയാലും ഇല്ലെങ്കിലും പൈപ്പ് തുറന്നു തന്നെ ഇരിക്കും. ഞാൻ നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കും. വാഷ് ബേസിനിലും വാഷിംഗ് മെഷീനിലും ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ലേ? എന്തിനധികം ചെടി നനയ്ക്കുന്ന ഓസ് രാവിലെ തുറന്നു വിട്ടാൽ വൈകുന്നേരം വരെ ഒഴുകി ഒഴുകി ഒഴുകി. നിങ്ങൾ വിദ്യാസമ്പന്നർ, കരുതലോടെ ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ, നാടിന്റെ സംരക്ഷകരാണ് പോലും. ഞങ്ങളോ നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നവർ. ഞങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കല്ലേ? മാലിന്യങ്ങൾ കൊണ്ട് ഞങ്ങളെ രോഗികളാക്കാമോ? ഉറവകളെ വെട്ടിനിരത്താമോ? പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ജലസ്രോതസ്സുകളെ തകർക്കാമോ? ഞങ്ങളുടെ ഒഴുക്ക് തടയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണമോ? ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. ജീവിതം വസന്തമാക്കും ജലാശയങ്ങൾ നിറകുടങ്ങൾ. ജീവശ്വാസം പോലെ അമൂല്യമാണീ ജീവജലം. ഞങ്ങൾ മണ്ണിനെ കാക്കുന്നവർ, പ്രകൃതിയുടെ സംരക്ഷകർ, അന്നദാതാക്കൾ, ജീവന്റെ സ്പന്ദനം. ജീവജലം, ജീവജലം, ജീവജലം. ഒന്നറിയുക, തെളിനീരിൽ ചെറുമീനുകൾ ഓടുന്ന കാലം പോയി മറഞ്ഞു. ഓളങ്ങളിൽ ഇന്ന് ഓടിമറയുന്നത് പ്ലാസ്റ്റിക് കവറുകൾ. അത് തിന്നു തുപ്പി ചത്തുമലയ്ക്കുന്ന പരൽമീനുകൾ. അതാരുടെ തെറ്റെന്നറിയാമോ? നമ്മുടെ മാത്രം തെറ്റെന്നറിയുക. കൂട്ടുകാരെ, അതിന് പരിഹാരമുണ്ട്.